ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനമാണ് നോക്കുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒറ്റപ്പാലത്ത് വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ബാരിസ്റ്റർ ടി പ്രകാശമാണ് ഉത്തരം. ഇദ്ദേഹത്തെ ആന്ധ്രാ കേസരി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബാരിസ്റ്റർ ടി പ്രകാശമാണ് ആന്ധ്രാ കേസരി എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് 1947 ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഇ മൊയ്തു മൗലവിയാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിലാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതിയാണ് 1.25 കോടി മലയാളികൾ. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത കേരളത്തിലെ താലൂക്കുകളാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ. കേരളത്തോട് ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകളാണ് കാസർഗോഡും ഹോസ്ദുർഗും. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. നമുക്ക് വിമോചന സമരം കൂടി നോക്കാം. വിമോചന സമരത്തിന് കാരണമായ പ്രധാന സംഭവമാണ് വിദ്യാഭ്യാസ ബില്ലും ഭൂപരിഷ്കരണ ബില്ലും. വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമര നടത്തിപ്പിനായി ഫാദർ വടക്കൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ക്രിസ്റ്റഫേഴ്സ്. ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിടപ്പെടുന്ന